സൗമ്യ കൊലക്കേസ് പ്രതി ഗോവിന്ദച്ചാമി ജയിൽ ചാടി. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഗോവിന്ദച്ചാമി ജയിലിൽ ചാടി. പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ സിസ്റ്റം അല്ലേ. ടൈമായി, ഞാൻ അങ്ങോട്ട് ഇറങ്ങുവാണേ. ഇവനെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. അതെ ബ്രോ, ഒരു മിനിറ്റ്. ബ്രോയെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എനിക്ക് தெரியாது ബ്രോ സമയത്രായി? അടടേ ടൈമാ. എന്നടാ കൈയിരുന്നതാ വാച്ച് കെട്ട മുടിയോ? എടാ ഗോവിന്ദച്ചാമി നിക്കടാ അവിടെ. ചേട്ടാ എന്താ മോനെ? ഗോവിന്ദച്ചാമി എവിടാ ചേട്ടാ അങ്ങോട്ട് ഓടിയേക്കുന്നു. പോലീസ് സ്റ്റേഷനില്ലേ? അവനെന്തി സാറേ അവനെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ നാട്ടുകാരായിട്ട് ഓടിച്ചോണ്ടിരിക്കുക. അവനാണെന്ന് ഉറപ്പാണോ? ഉറപ്പാ സാറേ, അവൻ തന്നെ. ഇതാരാ പോലീസിനെ കഴിഞ്ഞ മുമ്പേ പോകുന്നത്? അതാ ബാലഭൂമിയിലെ റിപ്പോർട്ടറാടാ. എങ്ക പാത്താലും ഇന്ന് കേരള പുറമ്പോക്ക് CCTV. എവിടെ പോയി? ക്യാമറ കൂടി നോക്കാം. ശ്രീ സലബേഷ്, കേരള മാധ്യമ ചരിത്രത്തിൽ തന്നെ നമുക്കാദ്യമായി ബാലഭൂമിക്കാണ് എക്സ്ക്ലൂസീവായി ദൃശ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായ ഓട്ടത്തിനിടെ ഗോവിന്ദച്ചാമി ഓടി വന്ന് അടുത്തുള്ള പൊട്ടക്കിണറ്റിൽ ചാടിയിരിക്കുക. ശ്രീ സലബേഷ്, ഇരുട്ടുകാട്ടിൽ കുരുട്ട് പന്നി പതിയിരിക്കുന്ന പോലെ ഗോവിന്ദച്ചാമി തന്റെ അറ്റുപോയ കരങ്ങൾ കൊണ്ട് കിണറിന്റെ ഭിത്തിയിൽ പിടിച്ചിരിക്കുകയാണ്. ശ്രീ സലബേഷ്, നാട്ടുകാരെല്ലാം കൂടി ഗോവിന്ദച്ചാമിയെ ലൂസടിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായ രക്ഷാപ്രവർത്തനങ്ങളാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിലൂടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സർ, ഗോവിന്ദച്ചാമി എങ്ങനെയാണ് ജയിൽ ചാടിയത്? പരലുപ്പ് കമ്പി തേച്ച് അത് തുരുമ്പിപ്പിച്ച് പിന്നെ മാസങ്ങളോട് ഡയറ്റും എടുത്താണ് ഇവൻ ജയിൽ ചാടിയത്. என்ன அண்ணாச்சி, கோவிந்தசாமி இது நிஜமா? எல்லாமே பொய் சார். என்ன பார்த்தா டயட் பண்ற மாதிரி தெரியுதா? ஜெயில் ஃபுட் தானே, மட்டன் சிக்கன் மொட்டை இதெல்லாம் சாப்பிட்டு சாப்பிட்டு நான் இப்படி ஆயிட்டேன். ஆனா பிடிக்கிறது மட்டும் ഡീൽ ഇല്ലേ. ഡയറ്റ് എടുത്തു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. അധികൃതരുടെ അനാസ്ഥയാണ്. അതായത് ഗോവിന്ദസ്വാമിക്ക് ചിക്കനോടും മട്ടനോടുമുള്ള ആസക്തിയാണ് നമുക്ക് ഇതിൽ നിന്ന്. ഞാനാദ്യം കണ്ട് അതിന് ഞാൻ അവിടെ കുഞ്ഞിക്കണം. ദുരൂഹതയുടെ കെട്ടുകൾ കഴിക്കാൻ ഞങ്ങൾ ഗോവിന്ദച്ചാമിയുമായി പോവുകയാണ്.